ഓന്റെ കുഞ്ഞു സ്കൂളിൽ പോകുന്നില്ലേ മുത്താണ്ടി ഇപ്പൊ? കുഞ്ഞാളെ ഓളെ വീട്ടില് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ സ്കൂളിലേക്ക് പോകുന്നില്ലേ ഇപ്പൊ? സ്കൂളിലൊന്നും വിടുന്നില്ലാന്ന് തോന്നുന്നു. എന്തെന്ന് ഇറ്റുങ്ങളെല്ലാം കഥാന്ന് പറയേണ്ടത്. ആ പിള്ളേരെല്ലാം കളഞ്ഞു. അപ്പൊ ഓന് ഇത് സമ്മതം എങ്ങനെയല്ല ആക്കുന്നത്? ഓൻ വേറെ പെണ്ണു വന്നിട്ട് ഓന്റെ എന്റെ വയറ്റില് ജനിച്ച കോണം ഉണ്ടായില്ലെങ്കിൽ എന്തേനും മടുത്തു കല്യാണി. ഇങ്ങനെയല്ല ആക്കല്. അതേപോലെ തന്നെ ഇപ്പൊ ഈടാ എന്റെ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് നിൽക്കാനും കഴിയുന്നില്ല. ഇവിടെ കാണുന്നില്ലേ ഒരു പതിവൃത്ത വന്നിട്ട് ഓള് പേടി ഇല്ല, ഇല്ലാത്തോണ്ട് എനിക്ക് പേടി എന്നിട്ട് നിന്നോട് രണ്ട് വർത്താനം പറയും, അല്ലെങ്കിൽ അതും കയ്യോട്ടി നിങ്ങളെടുക്കാം. ഓ, ഞാൻ നിങ്ങളെടുക്ക വരണമെന്ന് വിചാരിച്ചിന്. എങ്ങനെ ഈ കാല് നൊന്നിട്ട് കയ്യണ്ടേ? എന്തെന്ന് ഒരിക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ പറഞ്ഞാൽ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകുന്നില്ല. ഈറ്റുങ്ങ ഈ കാല് നീര് വെച്ചിട്ട് ഈറ്റുങ്ങൾക്ക് രണ്ടെണ്ണത്തിന് വെച്ച് ഭൂമി കൊടുത്തിട്ട് എന്നെ മടുത്തു കല്യാണി. നിങ്ങളെ തലയോ എന്തെന്ന് പറയേണ്ടത്. പണ്ട് രാമേട്ടൻ ഉണ്ടാവുമ്പോ രാമേട്ടന് വെച്ചു കൊടുത്തു. ഇന്ന് മക്കൾക്കും മരുമക്കൾക്കെല്ലാം വെച്ച് കൊടുക്കേണ്ട രീതി വെച്ച് കൊടുക്കുന്നോണ്ടൊക്കൊന്നുമില്ല. അതെ, എന്നാ നടുവിന് കയ്യന്റെ കല്യാണി, അല്ലെങ്കിൽ കാക്ക് കയ്യണം. എന്നാ വിചാരിക്കണ്ടേ ഈറ്റിങ്ങ എന്റെ അമ്മക്ക് കഴിഞ്ഞില്ല, ആശുപത്രിയിൽ എടുക്കാൻ കൊണ്ടുപോകണമെന്ന് വിചാരിക്കണ്ടേ? അതില്ല. ഇവിടെ പിന്നെ ജോലി കയറ്റിയായി. ഇത് അഞ്ചഞ്ചര ആവും വരുമ്പോ വന്ന് കുളിച്ചു ടിവിയുടെ മുമ്പിലിരുന്നു അല്ലെങ്കിൽ ഫോൺ എടുത്തു. യോ, വീട്ടിലുണ്ട് അങ്ങനത്തെ അപ്പ നോക്കുമ്പോൾ ചെവിയിൽ എന്തോ ഒരു കെണ്ട് അതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ കണിച്ചിട്ട് പിന്നെ നമ്മ പറഞ്ഞോണ്ടേ നിക്കാം. അപ്പയൊക്കെ ഇതൊന്നും കേക്കുന്നേ ഇല്ല കല്യാണി. അത് നിത്യ കല്യാണി അങ്ങനത്തെല്ലോ. ഞാനിപ്പോ പെറ്റുപോയിട്ടില്ല വേണൂല. ഓൻ ഗൾഫിന്ന് വിളിച്ചോങ്കിൽ എനക്കൊരിക്ക ഫോണ് തരില്ല. ഓളെന്നെ ഓള് 2-3 ഭർത്താനം പറഞ്ഞിട്ട് റൂമിൽ കൂടിയിട്ട് അതിലടക്കും. ഭർത്താനം പറയാന് പിന്നെ ഇതിന് കണ്ടിട്ട് വിളിക്കുന്നില്ലേ ഫോണിൽ നോക്കിയിട്ട് അയിലെന്നെ 24 മണിക്കൂർ ഓൾ അയിലെന്നെ. എനിക്കൊരിക്ക കാണണമെന്നുണ്ടാകെ അങ്ങനത്തെ ഒരു വിചാരം. പണിയെല്ലാം എടുക്കുവോ? ഓള് പണി വരുമ്പോ പോയില്ലേ. ഇവിടെ നായ്ക്കും ഞാനാണ്, കോഴിക്കും ഞാനാണ്.